നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലേക്ക് എത്തുന്നത്. അതിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടും. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നു. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളുമാണ് പിന്നിലെന്ന് CPIM ആരോപിച്ചു. നുണപ്രചാരണമെന്ന് തള്ളുകയാണ് കോൺഗ്രസ്. ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ കേസെടുത്തു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു. ദുബായിലാകട്ടെ പെരുമഴ തുടരുന്നു. ഇതുവരെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 102 മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ മുഴുവൻ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസിലേക്ക്. അനീഷ്, പ്രചണ്ഡ പ്രചാരണത്തിന് അല്പസമയത്തിനകം സമാപനമാവുകയാണ്. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഇന്ന് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ പരസ്യ പ്രചാരണം എങ്ങനെയാണ്? അനുജ, ഒരു മാസം മാത്രമാണ് പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ സമയം കിട്ടിയത്. അവസാന ദിവസമാകുമ്പോൾ, പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ടി നഗറിലെ കുമരൻ കോളനി 2nd സ്ട്രീറ്റിലാണ്. ഇവിടെ ചെന്നൈ സൗത്ത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയായിരിക്കും ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ അവരുടെ വാഹന പ്രചാരണത്തിന് തുടക്കം കുറിക്കുക. അല്പസമയത്തിനകം അവർ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. DMK ഇന്ന് ബസന്ത് നഗർ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ ബസന്ത് നഗറിലെ പൊതുറാലിയിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഏതായാലും ഒരു മാസം നീണ്ട പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് DMKയും BJP നയിക്കുന്ന മുന്നണിയും ഒപ്പം അണ്ണാ DMKയും. നമുക്കറിയാം, BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്തവണ തമിഴ്നാട്. എന്നാൽ തമിഴ്നാട്ടിൽ ഇത്തവണ BJP നിലം തൊടില്ല എന്നാണ് അല്പസമയം മുൻപ് MK സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. തമിഴ്നാട്ടിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരാണ് BJP എന്നും തമിഴ്നാട്ടിൽ DMKയും അണ്ണാ DMKയും തമ്മിലാണ് മത്സരമെന്നും ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ തുടരണമെങ്കിൽ DMK സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നും MK സ്റ്റാലിൻ കുറിച്ചിരുന്നു. ഏതായാലും അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നേതാക്കൾ വാക്പോരും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. 39 മണ്ഡലങ്ങളാണ് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ഇന്ന് 6 മണിയോടുകൂടി പരസ്യപ്രചാരണം അവസാനിക്കുന്നതോടുകൂടി വെള്ളിയാഴ്ച ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇത്തവണ 17 സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ട് തേടുന്നത്. അതിൽ 10 സംസ്ഥാനങ്ങളിലും മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 11ഇടത്ത് ഭാഗികമായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇന്ന് പ്രധാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നയിക്കുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ, DMK സർക്കാരിലെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയും സ്പോർട്സ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഈ അവസാന മണിക്കൂറുകളിൽ പ്രചാരണം നയിക്കുന്നത്. ഇവിടെയാണ് K അണ്ണാമലൈ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, മത്സരിക്കുന്നത്. BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തി പ്രചാരണം നയിച്ചിരുന്നു. JP നദ്ദ, അമിത്ഷാ, നിതിൻ ഗഡ്കരി ഒക്കെ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തമിഴ്നാട്ടിലേക്ക് എത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം തമിഴ്നാട് വിധി എഴുതും. ഇത്തവണ 400 സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJPക്ക് തമിഴ്നാട് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK സഖ്യത്തോടൊപ്പമാണ് BJP മത്സരിച്ചതെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളിൽ 38 സീറ്റുകൾ DMK നേടിയപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് അണ്ണാ DMK BJP സഖ്യത്തിന് നേടാനായത്. അത് തേനിയിൽ O പനീർസെൽവത്തിൻ്റെ മകൻ രവീന്ദ്രനാഥിലൂടെയായിരുന്നു. എന്നാൽ വോട്ടർമാർക്ക് പണം നൽകിയെന്ന കേസിൽ അദ്ദേഹത്തിന് അയോഗ്യനാവേണ്ടി വന്നു. തുടർന്ന് ഇപ്പോൾ പ്രതിപക്ഷ സഖ്യങ്ങൾക്ക് ഒരു സീറ്റ് പോലും ഇല്ല. 38 സഖ്യവുമായി DMK അപ്രമാദിത്വം തുടരുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ് DMK ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച്
ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് കീഴിലാണ് DMK അണിനിരക്കുന്നത്. CPIM, CPI, VCK, മുസ്ലിം ലീഗ് പാർട്ടികൾ എല്ലാം തന്നെ DMK സഖ്യത്തിനൊപ്പമാണ് ഇത്തവണ. മറുവശത്താണെങ്കിൽ അണ്ണാ DMKയും വിജയകാന്തിൻ്റെ പാർട്ടിയായ DMDKയും മാത്രമാണ് മുന്നണി സമവാക്യത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മുന്നണി സമവാക്യത്തിൽ മത്സരിച്ചിരുന്ന BJP ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അവരുടെ കൂടെയുള്ളത് TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകമാണ്. ഒപ്പം അവരുടെ ഒപ്പമുള്ളത് മറ്റു മൂപ്പനാർ കോൺഗ്രസും തമിഴ് മാനില കോൺഗ്രസും ഇത്തവണ BJP സഖ്യത്തോടൊപ്പമാണ് മത്സരിക്കുന്നത്. 22 സീറ്റുകളിൽ BJP ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇത്രയധികം സീറ്റുകളിൽ BJP മത്സരിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. താരമണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി, കനിമൊഴി മത്സരിക്കുന്ന തൂത്തുക്കുടി, K അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ, TTV ദിനകരൻ മത്സരിക്കുന്ന തേനി, ഒപ്പം ദയാനിധി മാരൻ മത്സരിക്കുന്ന ചെന്നൈ സെൻട്രൽ, സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗവർണർ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ തിരികെ എത്തിയ മണ്ഡലം ചെന്നൈ സൗത്ത്. അങ്ങനെ വിവിധങ്ങളായ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് തേടുന്ന തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തമിഴ്നാട്ടിലേത് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് 72.44%. ഇത്തവണ പതിവിൽ കവിഞ്ഞ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇതെല്ലാം വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ട്. എന്തായാലും അവസാന മണിക്കൂറുകളിലേക്ക് പരസ്യപ്രചാരണം കടക്കുമ്പോൾ വോട്ടർമാരെ പരമാവധി ആകർഷിക്കാനും വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് DMKയും അണ്ണാ DMKയും BJPയും ഉള്ളത്. ഇന്നലെ വരെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങളാണ് അനീഷ് ശിവദാസ് നൽകിയത്. കന്യാകുമാരിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. VA ഗിരീഷ് ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. ഗിരീഷ്, കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള നേതാക്കൾ മത്സരിക്കുന്ന സ്ഥലമാണ്. അവിടെ ദേശീയ നേതാക്കൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ BJPയുടെ ഭാഗത്തു നിന്നൊക്കെ എത്തി പ്രചാരണം നടത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പരസ്യപ്രചാരണം തീരാനിരിക്കെ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ പാർട്ടികൾ വളരെ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ഏക മണ്ഡലമാണ് കന്യാകുമാരി എന്നുള്ളത്. കാരണം മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ DMKയും AIADMKയും പോലുള്ള പ്രാദേശിക പാർട്ടികൾ തമ്മിലാണ് മത്സരമെങ്കിൽ കന്യാകുമാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിനും മത്സരത്തിനുമെല്ലാം ചൂടേറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രചരണം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചരണ രംഗത്താണ്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രചരണം ആരംഭിച്ചത്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഈ പ്രചരണം നാഗർകോവിലെത്തി അവസാനിക്കുന്നു. കേരളത്തിലേതുപോലെ വലിയ ബഹളങ്ങളോ കൊടിതോരണങ്ങളോ ബാൻഡ് മേളങ്ങളോ ഒന്നും ഇവിടുത്തെ കൊട്ടിക്കലാശത്തിനില്ല. അതാത് സ്ഥലങ്ങളിൽ ഈ സമയമാകുമ്പോൾ പ്രചരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ചും കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. തമിഴ്നാട്ടിലെ മറ്റുള്ളിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ കന്യാകുമാരിയിൽ അവലംബിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ മുൻനിര നേതാക്കൾ, NDAയുടെ മുൻനിര നേതാക്കൾ, സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ, DK ശിവകുമാറിനെ പോലുള്ള മുൻനിര നേതാക്കളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമായ ഒരു മണ്ഡലം കൂടിയാണ് കന്യാകുമാരി. വളരെയേറെ പ്രതീക്ഷകളുള്ള മണ്ഡലം ഓരോ പാർട്ടികൾക്കും. കാരണം BJPക്ക് 30% വോട്ട് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നോക്കുകയാണെങ്കിൽ 22 സ്ഥാനാർത്ഥികൾ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ മത്സരം യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ വിജയ് വസന്തും അതോടൊപ്പം തന്നെ BJPയിലെ പൊൻ രാധാകൃഷ്ണൻ തമ്മിലാണ്. ഇതോടൊപ്പം ഏറെ നിർണായകമായ മറ്റൊരു ഘടകം AIADMKയുടെ സ്ഥാനാർത്ഥിയായി നസ്രത്ത് പസലീനിയൻ കൂടി രംഗത്തുണ്ട് എന്നുള്ളതാണ്. CSI സഭാംഗമായ നസ്രത്ത് പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ കന്യാകുമാരിയിലെ മറ്റു മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന തിരിച്ചറിവ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ മറിയാതിരിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രൂപം നൽകിയിട്ടുള്ളത്. നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ടുകൾ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരിക്കുന്ന തീരുമാനവും. അനുജ, അതാണ് കന്യാകുമാരിയിൽ നിന്നുള്ള വിവരങ്ങൾ. ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കന്യാകുമാരിയിൽ നടക്കാനിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന നാഗ്പൂരിലേക്ക്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, മഹാരാഷ്ട്ര എന്നുള്ളത് NDAയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ സീറ്റ് വിഭജന തർക്കങ്ങളുമൊക്കെ വാർത്തയായതുമാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്?
അതിന്റെ ഈ കലാശക്കൊട്ട് പോലെയൊക്കെയുള്ള നമ്മളിവിടെ കാണുന്ന തരത്തിലേക്കൊക്കെയുള്ള ആവേശവും ആഘോഷവും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? അനുജ, എനിക്ക് പറയുന്നത് ഇവിടെ കാണാം. ആക്ച്വലി സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകളൊന്നും ഇന്നില്ല. അതിന് പകരം രാമനവമിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയും മറ്റുമാണ് ഈ റോഡുകളിലൊക്കെ, നാഗ്പൂരിലെ വീതികളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. രാമനവമി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, ഈ വലിയ റാലികൾ ഒന്നും തന്നെ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു അഭ്യർത്ഥന പാർട്ടികൾക്ക് മുന്നിൽ വെച്ചിരുന്നു. അത് ഏതായാലും പാർട്ടികൾ അംഗീകരിക്കുകയും ഈ രാമനവമി ജാഥ മാത്രമാണ് ഇപ്പോൾ ഏതായാലും നടക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ്. നാഗ്പൂരിൽ കോൺഗ്രസും ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതോടെ വലിയൊരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണ കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ പ്രചാരണം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ നാഗ്പൂരിൽ നാട്ടിലേതുപോലെ അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ വലിയ ബാനറുകളും മറ്റും സ്ഥാപിച്ചുള്ള വലിയ പ്രചാരണമൊന്നും തന്നെ ഇല്ല. അതിനപ്പുറത്തേക്ക് റാലികൾ, ആളുകളെ നേരിൽ കണ്ടുള്ള വോട്ട് അഭ്യർത്ഥന, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നും രാവിലെ അത്തരത്തിലുള്ള പ്രചാരണമാണ് കാണാൻ കഴിഞ്ഞത്. നാഗ്പൂർ കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു മത്സരം കാണുന്ന സ്ഥലമാണ് ഗഡ്ചിറോളി. മാവോയിസ്റ്റ് നക്സൽ ബാധിത മേഖലയാണ് ഈ ഗഡ്ചിറോളി. അതുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയിൽ പല ബൂത്തുകളും ഇവിടെ വരാൻ പോകുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കേണ്ടി വരുന്നുണ്ട്. ചന്ദ്രപൂർ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം. ഇവിടെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് ലഭിച്ചത് മഹാരാഷ്ട്രയിൽ, അത് ചന്ദ്രപൂരായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി മരണപ്പെട്ടു. ഏതായാലും ഇത്തവണ അതേ സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ രംഗത്തിറക്കി ആ സീറ്റ് നിലനിർത്താനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പോരാട്ടം അവിടെ കൂടി കടുപ്പിക്കുകയാണ് BJP. അങ്ങനെ ഇരു പാർട്ടികൾക്കും നിർണായകമായ, അവർക്ക് അഭിമാന പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ വിദർഭ മേഖല. 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാഗ്പൂർ മേഖലയിലൊക്കെ RSSന്റെ ആസ്ഥാനം ഗഡ്കരിയുടെയും ഒപ്പം ദേവേന്ദ്ര ഫട്നാവിസിന്റെയും ഒക്കെ അവരുടെയൊക്കെ മണ്ണ്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ അവരുടെ ഒരു ബന്ധമുണ്ട് നാഗ്പൂരുമായി. അവർക്ക് 2006 ശേഷം കാര്യമായ ഒരു നേട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്തവണ ആ തിരിച്ചടികളിൽ നിന്നൊക്കെ കരകയറി ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ 2 പാർട്ടികളും വലിയ പോരാട്ടം, വലിയ പ്രചാരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവസാന മണിക്കൂറുകളിൽ ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ കാഴ്ചകളൊന്നും തന്നെ നാഗ്പൂരിൽ നിന്നടക്കം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. നാഗ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം നൽകുകയായിരുന്നു. അവിടെ നിതിൻ ഗഡ്കരിയെ പോലെയൊക്കെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. ഏതായാലും കൊട്ടിക്കലാശം പോലെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല, പക്ഷെ മറ്റു ചില ആവേശങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് തെങ്കാശിയിലേക്ക്. അരുൺ രാജ് തത്സമയ വിവരങ്ങളുമായി. അരുൺ രാജ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതിന് സമാനം തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരിടത്തും, അതായത് ഈ തമിഴ്നാട് തെങ്കാശി, അതുപോലെ തന്നെ പല ഭാഗങ്ങളിലടക്കം ഈ തെങ്കാശിയുടെ ഒരു മേഖലയിൽ പോലും ഫ്ലെക്സ് ബോർഡുകളോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വലിയ കൊട്ടിക്കലാശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിന് സമാനമായി കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിർദ്ദേശവും മോണിറ്ററിംഗും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലും ഓരോ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അതിന് പ്രത്യേക സ്ക്വാഡ് വർക്കുകളടക്കം ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടർമാർ എല്ലാം പല രീതിയിൽ പല മാർഗങ്ങളിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അവസാന ഘട്ടത്തിൽ പല വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുവരെ വോട്ട് ചെയ്യുന്ന ആർക്കാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് എന്തിന് വോട്ട് ചെയ്യണമെന്ന ചോദ്യമാണ് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത്. കാരണം പലരും പറയുന്ന കാര്യം കർഷകർക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല, സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഇതിനെ മുഷിഞ്ഞ ഒരു ദിവസത്തേക്ക് പോയി വോട്ട് ചെയ്യുന്നത്? 700 രൂപയുടെ കൂലി പോലും മുടക്കി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണവും ചുരുക്കമല്ല. അങ്ങനെ ഈ വിവിധങ്ങളായ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഈ തമിഴ്നാട് പല മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ രാവിലെ ഈ തെങ്കാശിയിലേക്ക് എത്തുന്ന സമയം ഒരു 11 മണിയോടെയാണ് എത്തിയത്. ആ സമയം മുമ്പ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് ഈ സ്ഥാനാർത്ഥി പേഴ്സണലായി ഓരോരുത്തരെ കാണുന്നതിന്റെ തിരക്കിലാണ്. ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അന്നേരവും ഈ ശങ്കരമംഗലം കോവിലിലേക്ക് ഈ പ്രകടനം എത്തും, ഒരു ഘോഷയാത്ര ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് മാറ്റിവെക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. അങ്ങനെ വീട് കയറിയുള്ള പ്രചരണവും ഈ സ്ക്വാഡ് വർക്കുകളുമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൈസ കൊടുക്കലും വാങ്ങലും അടക്കമുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോ വോട്ടറെയും ഈ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തിടുക്കം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്
രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നത്. കാരണം ഈ പോളിംഗ് ശതമാനം അടക്കം വലിയ കുറവാണ് തമിഴ്നാട്ടിൽ പലപ്പോഴും രേഖപ്പെടുത്താറുള്ളത്. ഇത്തവണ അത് ഉണ്ടാകരുത്. കൂടുതൽ വോട്ടർമാരെ, തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക, തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും BJP-യുടെ നേതൃത്വത്തിൽ NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും വളരെ ശക്തമായ പോരാട്ടം തമിഴ്നാട്ടിലെ എല്ലാ ഇടത്തും കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരുൺരാജാണ് തെങ്കാശിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ തേനിയിലേക്ക് കൂടി പോകുന്നു. രാഹുൽ വിജയനാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, നേരത്തെ തന്നെയൊക്കെ അവിടെ ഒരു തണുപ്പൻ മട്ടിലാണ് പ്രചാരണം നടക്കുന്നത്. കാര്യമായി ഒരു പ്രചാരണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഫീലൊന്നും കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ കാഴ്ച എങ്ങനെയാണ്? അവസാന നിമിഷവും ആ കാഴ്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ശാന്തമാണ്. നമ്മുടെയൊക്കെ ഇടുക്കിയിലോ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇതുപോലൊരു കലാശക്കൊട്ടിന്റെ ദിവസം ഇങ്ങനെ ആയിരിക്കില്ല. കൊടിതോരണങ്ങൾ കൊണ്ട്, പോസ്റ്ററുകൾ കൊണ്ട്, ഫ്ലെക്സുകൾ കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കും. വലിയ തരത്തിലുള്ള പാട്ടും മേളവും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു സമാധാന അന്തരീക്ഷമാണ്. തെരഞ്ഞെടുപ്പാണോ വരാൻ പോകുന്ന, അടുത്ത ദിവസം തെരഞ്ഞെടുപ്പാണോ എന്ന് പോലും നമുക്ക് മലയാളികൾക്ക് സംശയം തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഈ തേനി മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് AMMK നേതാവായിട്ടുള്ള TV ദിനകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഈ രാജ്യശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. നേരത്തെ ഇതൊരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള, ഒന്നെങ്കിൽ AIDMK അല്ലെങ്കിൽ DMK, അവർ മാറി മാറി വന്നിരുന്നൊരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ TTV ദിനകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. BJP-യുടെ പിന്തുണയാണ് TTV ദിനകരനുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. ചേച്ചിമാരൊക്കെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം അവധിയെടുത്ത് വന്നിരിക്കുകയാണ്. ഇവർ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ஓட்டு போடுறதுக்கு அவதி எடுத்து வந்திருக்கியா? ஆமாம், அமராவதி நகரிலிருந்து வந்திருக்கோம். நாங்கள் வேலை செஞ்ச இடத்துல இருந்து. അതായാലും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ആളോട് കൂടി ചോദിക്കാം, ഇവിടെ എങ്ങനെയുണ്ട് ഇലക്ഷൻ? എപ്പടി ഇருக்கு? ഇവിടെ எலெக்ஷன் ரொம்ப தீவிரமாக நடந்து கொண்டு இருக்கிறது. இப்போ வந்து DMK அண்ட் ADMK இதுக்கு வந்து ரொம்ப போட்டி இருக்கிறதுனால நாங்கள் கூட்டணி வந்து BJP, நாங்கள் கூட்டணி வந்து ADMKக்கு. ஸோ இங்கே TTV தினரோட ஆளா? ஐயா, நாங்கள் TTV தினருக்கு கூட்டணி. BJP தனியாக நிற்காததுனால ரெட்டலைக்கு சப்போர்ட்டுங்க வந்திருக்கு. എന്തായാലും ചെറിയ തരത്തിലുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. അത് 6 മണിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നമ്മൾ ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വലിയ ആഘോഷമായിട്ടുള്ള പ്രചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്ഥാനാർത്ഥികൾ വരും, അതുപോലെ തന്നെ ഈ മുന്നണിയുടെ ആളുകൾ വന്നതിന് ശേഷം ആളുകളോട് സംസാരിക്കും. ചെറിയ ചെറിയ ഈ വീടുകളിൽ, അതുപോലെ തന്നെ ചെറിയ പരിപാടികൾക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഈ വോട്ട് തേടുന്ന പരിപാടികൾ, നോട്ടീസുകളൊക്കെ കൊടുക്കും. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രചരണത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റു നാട്ടുകളിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇതിന് ഈ ജില്ലയ്ക്ക്, ഈ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളുണ്ട്, അവരിങ്ങോട്ടേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ പൊതുപ്രവർത്തകരാണ്, അവരോടുകൂടി നമുക്കൊരു പ്രതികരണം തേടാം. അണ്ണാ, എപ്പടി ഇருக்கு இந்த தேர்தல்? எப்படி இருக்கு இந்த ஏரியா தேர்தல் வந்து அமமுக கட்சி சார்பாக அமோக வெற்றி பெற மாதிரி எல்லா கட்சியும் எல்லா அவங்க சேர்ந்தாலும் அதிகப்படியாக வாக்கு வந்து அமமுக போடுற மாதிரி இந்த பகுதியில் எல்லாரும் ADMK தானே இங்க காலங்களா இருக்கு. ADMKல வந்து போயிடுச்சு, 3வது இடத்துக்கு போயிடுச்சு. ADMK மூணாவது, ஃபர்ஸ்ட் வந்து குக்கர்ல எங்க ஃபர்ஸ்ட்ல இருக்கு. இது தவிர வேற கட்சி இல்லை, எல்லாமே 2வது இடம் தான். குக்கர்ல ஃபர்ஸ்ட் இடம், அதாவது TTV தினகரனுக்கு வந்து ஃபர்ஸ்ட் இடமா இருக்கு. தேனி மாவட்டத்தில் வந்து TTV தினகரனுக்கு ஃபர்ஸ்ட் இடம். ஆமா, അങ്ങനെയാണ്. എന്തായാലും TTV ദിനകരന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഇവിടെ വലിയൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് മുന്നണികളുടെ, അതായത് ഈ TTV ദിനകരന്റെ മുന്നണിയുടെയും, അതായത് AMMK കക്ഷിയുടെയും, അതുപോലെ തന്നെ രാവിലെ DMKയുടെയും കലാശക്കൊട്ട് നടന്നതാണ്. അതായത് ഈ ഭാഗത്ത് വന്ന് അവരവരുടെ പ്രകടനങ്ങളൊക്കെ നടത്തി പോയതാണ്. ഇനി വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ADMKയുടെയാണ് ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ആളുകളുടെ ഒരു ജാഥ പോലെ വരാനുള്ളത്. സ്ഥാനാർത്ഥിയും എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്ര വലിയ ആവേശത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. തേനിയിൽ നിന്നാണ് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പോളിംഗ് അത് മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. കലാശക്കൊട്ട് എല്ലാ ഇടങ്ങളിലുമൊന്നുമില്ല. പക്ഷേ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 72 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തുന്നത്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിൽ തമിഴ്നാട് മുഴുവൻ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലേത് ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസ്, തെങ്കാശിയിൽ നിന്ന് അരുൺരാജ്, കന്യാകുമാരിയിൽ നിന്ന് VA ഗിരീഷ്, തേനിയിൽ നിന്ന് രാഹുൽ വിജയൻ, ഒപ്പം നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ എന്നിവരാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ വാശിയേറെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. കേന്ദ്രീകൃത കൊട്ടിക്കലാശത്തിന് പകരം ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചും പ്രവർത്തകർ ഒത്തുചേരാൻ ആണ് രാഷ്ട്രീയ പാർട്ടികൾ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് തമിഴക രാഷ്ട്രീയം. ആവേശം വാനോളം കൊട്ടിക്കയറ്റി പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം. കേരളത്തിലെ പോലെ കലാശക്കൊട്ടിന്റെ അവസാന ദിവസം രാവിലെ മുതൽ അത്ര ആവേശമൊന്നുമില്ല തമിഴ്നാട്ടിൽ. പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നറിയുന്നതിന് ഒരു പോസ്റ്റർ പോലും നിരത്തുകളിലില്ല. ഓരോ പ്രദേശത്തെയും പ്രധാന കേന്ദ്രങ്ങളിൽ പാർട്ടി ഓഫീസുകളുള്ളത് മാത്രമാണ് തിരഞ്ഞെടുപ്പിന്റെ ഏക അടയാളം. പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ആവേശപൂർവ്വമായ കൊട്ടിക്കലാശമുണ്ടാകുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. കോയമ്പത്തൂർ മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് എത്തുന്നത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അണ്ണാമലൈ രാവിലെ മുതൽ റോഡ് ഷോ നടത്തിയാണ് കൊട്ടിക്കലാശ ദിനം വോട്ടർമാരെ കണ്ടത്. AIADMKയും ശക്തി കേന്ദ്രത്തിൽ വാശിയേറിയ പ്രചാരണമാണ് നടത്തുന്നത്. കേന്ദ്രീകൃത കൊട്ടിക്കലാശത്തിന് പകരം ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ആഘോഷമായി കൊട്ടിക്കലാശം നടത്താനാണ് പ്രവർത്തകർക്ക് പാർട്ടികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച വോട്ടർമാർക്ക് പരസ്യമായി തന്നെ സമ്മാനങ്ങൾ നൽകുന്നതും തമിഴ്നാട്ടിലെ പൊതുകാഴ്ചയാണ്. 24 കോയമ്പത്തൂർ. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചാരണം നടത്തുന്നത് UDF ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. KK ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. ആരോഗ്യകരമായ പ്രചാരണ രീതിയാണ് തെരഞ്ഞെടുപ്പിൽ വേണ്ടതെന്നും എല്ലാവരും സംയമനം പാലിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ് നല്ലത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനകത്ത് അപ്പോൾ അതെല്ലാവരും സംയമനം പാലിച്ച് നല്ല നിലയിൽ പോവുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒറ്റ ചർച്ചയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിനെ ഭേദിക്കോ ആ റെക്കോർഡ് തിരുത്തുമോ 4 5 ആവുമോ? സൈബർ ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെ അല്ല പ്രചാരണം നടക്കുന്നതെന്നും KK രമ പ്രതികരിച്ചു. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. അതിനിടെ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, എത്ര നീചമായ സൈബർ ആക്രമണമാണ് ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നുണപ്രചാരണം നടത്തുകയാണ് ടീച്ചർ എന്ന്. ഈ പ്രക്രിയയെ അപലപിക്കുന്നതിന് പകരമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നിർഭാഗ്യകരമാണ് എന്നതിൽ തർക്കമില്ല. ഇത് ഏത് തരത്തിലേക്കാണ് ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയം കൂടിയായി മാറുന്നത്? ഒപ്പം നടപടി ഉണ്ടായിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഒരാൾക്കെതിരെയാണോ നടപടി? അനുജ, നിലവിൽ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ന്യൂമാഹിയിൽ സ്വദേശിക്കെതിരെയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പരാതിയിൽ മേൽ കേസെടുത്തിട്ടുള്ളത്.
അനൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. വ്യക്തിഹത്യ എന്ന ആരോപണം അത് വലിയ രീതിയിൽ വടകരയിൽ ചർച്ചയാകുന്നു. വടകരയിൽ മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വളരെ വൈകാരികമായിട്ടായിരുന്നു LDF സ്ഥാനാർത്ഥി KK ശൈലജ പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് നവമാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ KK ശൈലജയുടെ ഈ ഒരു വാർത്താ സമ്മേളനവും ഒക്കെ വൈകാരികമായി സംസാരിച്ചതും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വടകരയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വടകരയിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും ഇത് ചർച്ചയാകുന്നു. ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു LDF. ഈ ഒരു സമയത്താണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ന് 2 വനിതാ MLA മാർ വാർത്താ സമ്മേളനം നടത്തിയത്. അവർ വാർത്താ സമ്മേളനം നടത്തി KK ശൈലജയ്ക്കെതിരായ ഇത്തരമുള്ള വ്യക്തിഹത്യ അംഗീകരിക്കാൻ കഴിയില്ല. സ്ത്രീ എന്ന നിലയിൽ KK ശൈലജയ്ക്കൊപ്പമാണ് തങ്ങളുള്ളത്. അതേസമയം തന്നെ UDFന് ഇതിൽ ഷാഫി പറമ്പിലിനോ അല്ലെങ്കിൽ UDFൻ്റെയോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ, അതായത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി, നിലവിലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരു ഗൂഢമായ ഒരു ശ്രമം CPM കേന്ദ്രങ്ങളിൽ നിന്നും നടത്തുന്നു എന്ന ഒരു ആരോപണം കൂടി KK രമ ഇന്ന് ഉന്നയിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദൻ്റെ പ്രതികരണമാണ്. ഇത്തരത്തിൽ അശ്ലീലമായ ഒരു ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് അശ്ലീലമായ പരാമർശങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനിയിപ്പോൾ വടകരയിൽ സംഭവിക്കാനുള്ളത്, സീതാറാം യെച്ചൂരി വടകരയിൽ വരുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെയാണ് സീതാറാം യെച്ചൂരി എത്തുന്നത്. LDFൻ്റെ റാലിക്ക് KK ശൈലജയുടെ പ്രചരണത്തിനായാണ് എത്തുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു വിഷയം തന്നെയായിരിക്കും ഇവിടെ ഇന്ന് ഒരു പ്രസംഗത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് സൂചന. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മിഥുല, തുടരണം. നേരത്തെ VD സതീശൻ പറഞ്ഞത് നുണപ്രചാരണം നടത്തുകയാണ് ശൈലജ ടീച്ചർ എന്നുള്ളതാണ്. അതിന് മറുപടിയുമായി KK ശൈലജ തന്നെ രംഗത്തെത്തി. വ്യക്തിഹത്യാരോപണം ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല, പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം. വ്യക്തിഹത്യ നടത്തുന്നത് നുണബോംബാണെന്ന ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്നും KK ശൈലജ പറഞ്ഞു. ഞാനിങ്ങനെ പരത്തി എന്തെങ്കിലും ആകെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല. ഞാൻ ഇവരെല്ലാം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടേ ഞാൻ എപ്പോഴും സംസാരിക്കാറും പറയാറുള്ളൂ. പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവർ എപ്പോഴെങ്കിലും പറയട്ടെ, അവരെല്ലാം അധിക്ഷേപിച്ച് അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ ശരിയായ രീതി. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ എല്ലാവരും, എല്ലാ പാർട്ടിയിലുള്ളവർ മനസ്സിലായി. എനിക്ക് ചെറിയ പ്രയാസം, ചെറുതല്ല, നല്ല പ്രയാസം തോന്നി. മിഥില തുടരുന്നുണ്ട്. മിഥില, ഇപ്പോൾ ഇതിൽ ശൈലജ ടീച്ചറുടെ മറുപടി എങ്ങനെയാണ്? അതിൽ ഇനിയിപ്പോൾ കൂടുതൽ മറുപടിയിലേക്ക് പോകുന്നതിൽ കാര്യമില്ല, ഇത് ജനങ്ങൾ അതിന് മറുപടി നൽകും എന്ന നിലപാടാണോ ടീച്ചർ സ്വീകരിച്ചത്? തീർച്ചയായും അനൂജ, അത്തരമൊരു നിലപാട് തന്നെയാണ് KK ശൈലജ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് ഈ നുണബോംബ് എന്ന ആരോപണത്തിന്, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടിയില്ല. താൻ എന്താണ്, തൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് ജനത്തിനറിയാം. ജനങ്ങൾ അല്ലെങ്കിൽ വടകരയിലെ വോട്ടർമാർ അതിന് മറുപടി നൽകും. മറ്റൊരു കാര്യം, VD സതീശൻ ഇന്ന് പറഞ്ഞത് KK ശൈലജ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊണ്ടയിടറി സംസാരിച്ചു, വൈകാരികമായി പ്രതികരിച്ചു എന്നൊക്കെയായിരുന്നു. അതിനും കൃത്യമായ ഒരു മറുപടി KK ശൈലജ പറയുന്നുണ്ട്. തനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല, താൻ വൈകാരികമായിട്ടാണ് അവിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, നുണ പ്രചരണങ്ങൾ അല്ലെങ്കിൽ നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വൈകാരികമായി തനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. എല്ലാത്തിനും മറുപടി ജനം പറയും എന്ന ഒരു മറുപടിയാണ് KK ശൈലജ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും അനൂജ പറഞ്ഞതുപോലെ തന്നെയുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ആർക്കും മറുപടി പറയാനില്ല, ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്, വോട്ടർമാർ ഇതിന് കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് KK ശൈലജ പറഞ്ഞു വെക്കുന്നത്. വ്യക്തിഹത്യ ആരോപണം നുണബോംബ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലാണ് മറുപടിയുമായി ശൈലജ ടീച്ചർ രംഗത്തെത്തിയത്. കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം പ്രതിപക്ഷ നേതാവ്, ഇതിന് കൂടുതൽ മറുപടി പറയാനില്ല, ജനങ്ങൾ അതിന് മറുപടി നൽകും എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. ഇനിയിപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതെ ഇരുന്നത്. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. പരിശോധനയിൽ രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. വിനീത വിജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, ഇപ്പോൾ എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടക്കുന്നു? കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് 24 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഇതിങ്ങനെ നീണ്ടുപോവുകയാണോ? ഇതുവരെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? പുതുതായുള്ള വിവരം എന്താണ്?
അനുജ, ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 കൊച്ചിയിലെ ED ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇപ്പോഴിതാ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടിരിക്കുന്നു. പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് EDയുടെ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശശിധരൻ കർത്തയ്ക്ക് 2 പ്രാവശ്യമായി ED സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആ നടപടികൾക്കെതിരെ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി നൽകുകയാണ് എങ്കിൽ അതിന് മറുപടി നൽകുമെന്നാണ് കോടതിയിൽ CMRL അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും 2 ഉദ്യോഗസ്ഥരെ, CMRLന്റെ 2 ഉദ്യോഗസ്ഥരെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിലൊരാൾ ഈ ഓഫീസിന്റെ സെക്രട്ടറി ചുമതലയുള്ള ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറാണ്. പിന്നീട് മുൻ ക്യാഷറായ വാസുദേവനെയും ED ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ നേരത്തെ CFO, ഈ കമ്പനിയുടെ CFO എത്തി ചില രേഖകളൊക്കെ EDക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ED ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ, ഞാനിപ്പോൾ നിൽക്കുന്ന ശശിധരൻ കർത്തയുടെ ഈ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ചില രേഖകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകളുമായി ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഒപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. 2 ടീമായാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു ടീം ഉദ്യോഗസ്ഥരാണ് ഈ രേഖകളുമായി ഇപ്പോൾ തിരിച്ച് ED ഓഫീസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥർ, അതായത് അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും കൊച്ചിയിലെ ഈ വീട്ടിൽ തന്നെയാണുള്ളത്, ശശിധരൻ കർത്തയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ, എക്സാലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ രേഖകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ED. പക്ഷേ അത്തരം രേഖകൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അത് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് അക്കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ പരിശോധന നടത്തിയതെന്നുമാണ് ഈ CMRL പിന്നീട് ED അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നേരിട്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അനുജ, CMRL MD ശശിധരൻ കർത്തയുടെ വസതിയിലെത്തിയാണ് ED സംഘം ചോദ്യം ചെയ്യുന്നത്. ചില രേഖകളൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. 1:30 മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുന്നു. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ നടപടി. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K. നീതുവിനെ സസ്പെൻഡ് ചെയ്തു. ജാഗ്രതക്കുറവുണ്ടായി എന്ന വിജിലൻസ് റിപ്പോർട്ടിന്മേലാണ് നടപടി. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, നീതുവിന്റെ അറിവോടെയാണ് ഈ മരമുറിക്കൽ നടന്നിട്ടുള്ളത് എന്ന തരത്തിലാണ് റിപ്പോർട്ട്. ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ എന്താണ്? അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് വനംവകുപ്പ് തലപ്പത്തു നിന്നും ലഭിക്കുന്നത്. കാരണം ഡോക്ടർ L. ചന്ദ്രശേഖരൻ, വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ 18 പേരുടെ ഇൻവോൾവ്മെന്റ്, ഈ മരംമുറി അല്ലെങ്കിൽ ഈ വനം കൊള്ളയിൽ 18 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാണ്, അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, അവർ ഈ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഈ കാര്യം വനം മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ആ റിപ്പോർട്ടിൽ തന്നെ, ഈ അന്വേഷണ റിപ്പോർട്ടിൽ 1, 2, 3 പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2ാം അനുച്ഛേദത്തിലാണ് K. നീതുവിനെ കുറിച്ച് പറയുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, K. നീതുവിൻ്റെ അറിവോടെ അല്ലെങ്കിൽ കൃത്യവിലോപത്തിലാണ് ഇത്രയും വലിയ ഒരു വനം കൊള്ള നടന്നത്. കാരണം 20 മരം ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മുറിക്കാൻ പെർമിറ്റ് നൽകുകയും അതിനെ മറയാക്കിക്കൊണ്ട് 126 മരങ്ങൾ ഈ സ്ഥലത്ത് നടക്കുന്നു. 30ലേറെ ഉദ്യോഗസ്ഥർ രാവും പകലും 24 മണിക്കൂർ നിരീക്ഷണമുള്ള ഒരു മേഖലയിൽ ഇത് നടക്കുന്നു. അതുകൊണ്ട് തന്നെ വനം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട് എന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇന്നലെയാണ് സർക്കാരിൻ്റെ പരിഗണനയിലെത്തിയത്. തുടർന്ന് പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടന്നു. വനം അഡ്മിനിസ്ട്രേഷൻ APCCF പ്രമോദ് കുമാറാണ് സസ്പെൻഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അത് വിജിലൻസ് മേധാവി ഡോക്ടർ L. ചന്ദ്രശേഖരൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് വനം വകുപ്പ് തലപ്പത്ത്, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോറസ്റ്റ് KR ജ്യോതിലാൽ തലത്തിൽ തന്നെ പല നടപടികളിലേക്കും ക്രമീകരണങ്ങളിലേക്കുമുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനുജ, സുഗന്ധഗിരി മരമുറിക്കൽ കേസിലാണ് റേഞ്ച് ഓഫീസർ നീതുവിനെ സസ്പെൻഡ് ചെയ്തത്. അതിനിടെ തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരം മുറിക്കൽ. 250-ലധികം ചെറുമരങ്ങൾ മുറിച്ചു കടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എന്ന വ്യാജേനയാണ് മരം മുറിച്ചത് എന്നാണ് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം T. സെൽവരാജ് 24-നോട് പറഞ്ഞത്. വിഷയത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇത് 24-ന്റെ എക്സ്ക്ലൂസീവ് വാർത്ത കൂടിയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇവിടെ വന സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? അനുജ, നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ജൈവവൈവിധ്യങ്ങൾ സമ്പന്നമായ ഒരു മേഖലയാണ് ഈ പൊന്മുടി. അവിടെയാണ് ഈ അനധികൃത മരമുറി നടന്നിട്ടുള്ളത്. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ T. സെൽവരാജാണ് മരം മുറിച്ച് കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ാം തീയതി 2ാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു ആ മരമുറി നടന്നതും. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചതെന്ന് സെൽവരാജ് പറയുന്നു.
ഈ സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ച് കടത്തി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തൽ. പിന്നാലെ ഈ വാർഡനായ ടി സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250ഓളം ചെറുമരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉൾവനത്തിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കാനും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വനംവകുപ്പ് ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. അനുജ, പൊന്മുടിയിലും നടക്കുന്ന അനധികൃത മരം മുറിക്കലിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. കൈത്താങ്ങായി 24. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രമെഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊറ്റാവുസേബ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. കേരളത്തിന് വിഷുക്കൈ നീട്ടമായി ഡബിൾ ഡെക്കർ ട്രെയിൻ. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം നടന്നു. റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ AC ചെയർ കാർ ട്രെയിനാണ് ഇത്. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം നടന്നു. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാകും സർവീസ്. നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് ലക്ഷ്യം. ഞാനിപ്പോൾ ഉള്ളത് മുകളിലത്തെ ഡെക്കിലാണ്. അവിടുത്തെ ചെയർ കാറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു അനുഭവം, സുഖാനുഭവം ആളുകൾക്കുണ്ടാകും. ഇന്ന് രാവിലെ 8-ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ 10:45-ന് പാലക്കാട് ടൗണിലും 11:05-ന് പാലക്കാട് ജംഗ്ഷനിലും എത്തി. പൊള്ളാച്ചിയിൽ പരീക്ഷണയോട്ടം അവസാനിപ്പിച്ചു. ബുധനാഴ്ചകളിൽ ഉദയ് എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തുന്നത്. ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ സമയക്രമം നിലവിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ട്രെയിൻ പാലക്കാട്ടെ യാത്രക്കാർക്കടക്കം വലിയ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൂരപ്രതിസന്ധി ഒഴിഞ്ഞു.
തൃശൂർ പൂരത്തിലെ പ്രതിസന്ധി ഒഴിഞ്ഞു. രണ്ടാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ആനകളുടെ റീവെരിഫിക്കേഷൻ സംബന്ധിച്ച നിബന്ധനയാണ് ഒഴിവാക്കിയത്. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. നാളെയാണ് പൂരവിളംബരം. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് അതിനുള്ള കാത്തിരിപ്പുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ ഉത്തരവാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. അതോടെ ഈ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിഞ്ഞുവെന്ന് പറയാറായോ? അനുജ, എന്തായാലും താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധിക്ക് വിരാമമായി എന്നുള്ളതാണ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൂർണ്ണമായ ഒരു പ്രതിസന്ധി അയഞ്ഞു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ദേവസ്വം പ്രതിനിധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആനയുടമകളും ചെറിയ രീതിയിൽ ആശങ്കയിലുണ്ട്. എന്നാൽ പോലും പൂരം കെങ്കേമമായി നടത്താനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വവും ആനയുടമകളും എല്ലാവരും തന്നെ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ വെടിക്കെട്ട് ആരംഭിക്കും. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ നഗരത്തിലേക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണമെല്ലാം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രീൻ സോൺ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം മേഖലകളിൽ ഇരുന്ന് മാത്രമേ ഈ വെടിക്കെട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. നഗരത്തിന്റെ ഈ സ്വരാജ് റൗണ്ടിൽ പൂർണ്ണമായും നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണാൻ കഴിയുന്ന ഒരു സൗകര്യമില്ല. പകരം ഈ ഗ്രീൻ സോൺ ആയി ജില്ലാ ഭരണകൂടം മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ ഇരുന്ന് ഇവർക്ക്, അതായത് ഈ പൊതുജനങ്ങൾക്കും അല്ലാത്തവർക്കുമെല്ലാം ഈ വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. പിന്നീട് 7 മണിയോടുകൂടിയായിരിക്കും ഈ വെടിക്കെട്ട് നടക്കുക. ആദ്യം തിരുവമ്പാടിയുടെയും പിന്നീട് പാറമേക്കാവിന്റെയും വെടിക്കെട്ടാണ് നടക്കുക. അതോടുകൂടി തന്നെ ഒരു പൂരം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ ചമയ പ്രദർശനം എല്ലാം തന്നെ ഇരുവിഭാഗത്തിന്റെയും ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെയാണ് ഈ പൂര വിളംബരം നടക്കുന്നത്. അതോടുകൂടി തന്നെ പൂരം അതിന്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും കടക്കും. അനുജ, പൂരവിളംബരം നാളെ അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുന്നു. അതിനിടെ രണ്ടാമത്തെ വിവാദ ഉത്തരവും പിൻവലിച്ചതോടെ താത്കാലികമായി പ്രതിസന്ധി ഒഴിഞ്ഞു എന്നാണ് സൂരജ് സജി നൽകിയ റിപ്പോർട്ടിന്. നമ്മൾ പോകുന്നത് UAE-യിലേക്കാണ്. അവിടെ പെരുമഴ പെയ്യുകയാണ്. മഴ മാറിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്, പക്ഷേ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല UAE-യിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സർവീസും തടസ്സപ്പെട്ടു. അരുൺ പാറാട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. അരുൺ, 75 വർഷത്തിനിടയിൽ ഏറ്റവും കനത്ത മഴയാണ് ദുബായിൽ പെയ്തത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് എന്ന് പറയുമ്പോഴും വെള്ളക്കെട്ട് അതിപ്പോഴും അത് മാറ്റാനായിട്ടില്ല. അതിനൊക്കെയുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മോളുകളിലും ഒക്കെ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുള്ള സാഹചര്യമാണല്ലോ. അനുജ, തീർച്ചയായും അനുജ പറഞ്ഞതുപോലെ തന്നെ UAE-യിൽ മഴ മാറി ആകാശം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ ബാക്കിയാക്കിയിട്ടുള്ള ഈ ദുരിതങ്ങൾക്ക് അയവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യമെങ്ങും കെട്ടിടങ്ങൾക്കിടയിലും ഇടറോഡുകളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. കാരണം UAE രൂപീകരിച്ചതിന് ശേഷം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെരുമഴയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഷാർജയിൽ മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളിൽ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. റോഡരികിലും ബിൽഡിങ്ങിനോട് ചേർന്ന സ്ഥലങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാറുകൾ വെള്ളത്തിൽ മുങ്ങിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ബഹുനില കെട്ടിടങ്ങളുണ്ട്. ഇവയുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കും ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയും കാറുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. എന്തായാലും എത്ര വലിയ നാശനഷ്ടം ാണ് ഇവിടെ ഉണ്ടായത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായി മനസ്സിലാകും. അനുജ സൂചിപ്പിച്ച പോലെ ദുബായിലെ വലിയ മോളുകളിൽ, മാൾ ഓഫ് ദി എമിറേറ്റ്സ് അടക്കമുള്ള ചില ഷോപ്പിംഗ് മാളുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ എമിറേറ്റുകളിലും സമാനമായ അവസ്ഥയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അജ്മാനിലും ഷാർജയിലും ചിലയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഉപകരണങ്ങൾ നശിച്ച റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിരവധി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷം. വെള്ളത്തിൽ അകപ്പെട്ട വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ച ആളുകൾക്ക് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാമെന്ന് അധികൃതർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാശനഷ്ട സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകുന്നുള്ള സൗകര്യമാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കളഞ്ഞു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് എത്തിക്കണമെന്ന് റാസൽ ഖൈമ പോലീസും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജയിൽ പല കമ്പനികളുടെയും വെയർ ഹൗസുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവിടെ ടാങ്കറുകൾ എത്തിച്ചടക്കം ഇവിടെ വെള്ളം നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിമാന സർവീസുകളെയും ബസ് സർവീസുകളെയും മെട്രോ സർവീസുകളെയും ഈ ഒരു മഴ കാര്യമായി തന്നെ ബാധിച്ചു എന്നതാണ്. ദുബായ് മെട്രോ പൂർണ്ണതോതിൽ ഇപ്പോഴും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാരണം പലയിടങ്ങളിലും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. ഇനി വരും മണിക്കൂറുകളിലെ മഴ മുന്നറിയിപ്പൊക്കെ എങ്ങനെയാണ്? മഴ ഇതുപോലെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാക്കുമല്ലോ.
തീർച്ചയായും ദുബായ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന 5 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള മഴയുടെ ഒരു മുന്നറിയിപ്പും ഇല്ല. അന്തരീക്ഷം ഇതേ രീതിയിൽ തന്നെ തെളിഞ്ഞ രീതിയിൽ നിലനിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ പൂർണ്ണമായും തന്നെ ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ സുഗമമായി നീക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ജനജീവിതം സാധാരണഗതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. എന്തായാലും വിമാനത്താവളങ്ങളിൽ അടക്കം പൂർവ്വസ്ഥിതിയിലേക്ക് വരും മണിക്കൂറുകൾ തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ മറ്റന്നാളും ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകൾ ഓൺലൈൻ ആയിരിക്കുമെന്ന് എമിറേറ്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. ശരി, ദുബായിൽ നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പാറാട്ട് നൽകിയത്. ഇപ്പോൾ മഴ ഒഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന ആശ്വാസകരമായ വിവരം കൂടി അരുൺ പാറാട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വടക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തിപ്പെട്ടേക്കും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വേനൽ മഴ സജീവമാകുമെങ്കിലും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. 10 ജില്ലകളിലാണ് താപനില ഉയരുക. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, വേനൽ മഴ പ്രധാനമായും ഉണ്ടാകുന്നത് വടക്കൻ ജില്ലകളിലാണ് എന്നാണോ? ഒപ്പം ഈ താപനില വർദ്ധിക്കുമെന്ന് പറയുന്നത് ഏതൊക്കെ ഇടങ്ങളിലാണ്? എത്ര വരെ താപനില പോകുമെന്നതാണ് മുന്നറിയിപ്പ്? അനുജ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം പരക്കെ വേനൽ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പക്ഷേ ഈ എല്ലാ ദിവസങ്ങളിലും വ്യാപകമായ ശക്തമായ മഴ ലഭിക്കില്ല. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിൽ പ്രവചിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 3 ജില്ലകളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേനൽ മഴ സജീവമാകുമെങ്കിലും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ ഈ 2 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി വേനൽ മഴയ്ക്കാണ് സാധ്യത. അതിനുശേഷമായിരിക്കും, അതായത് നാളത്തേന് ശേഷമായിരിക്കും വടക്കൻ കേരളത്തിലേക്ക് മഴ സജീവമാകുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. എന്താണെങ്കിലും വെള്ളിയാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഈ ഇടിമിന്നലേറ്റുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേനൽ മഴ സജീവമാകും എന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രവചനം വരുമ്പോഴും താപനില സംസ്ഥാനത്ത് ഉയർന്നു തന്നെ തുടരും എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ താപനില ഉയരാനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോന ജെറിയും. നമസ്കാരം.